യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ സിനിമയാകുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ്. വിഷയത്തിന്റെ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. നടന്ന സംഭവമായതിനാൽ തന്നെ കാണുന്ന പ്രേക്ഷകനെയും സിനിമയുടെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിപ്പിക്കുക എന്നത് പ്രയത്നമേറിയ ജോലി തന്നെയാണ്. പ്രത്യേകിച്ചും അത് പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ വിഷയമാകുമ്പോൾ എന്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്നും എങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നതെന്നുമുള്ള കൃത്യമായ ധാരണയോടെ തന്നെയാവും ഭൂരിപക്ഷം പ്രേക്ഷകരും തിയേറ്ററുകളിലേക്ക് എത്തുക. എന്നാൽ മുൻധാരണകൾക്കപ്പുറം പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ മഞ്ഞുമൽ ബോയ്സ് എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ യുവ സംവിധായകൻ ചിദംബരത്തിന് കഴിഞ്ഞു. 2006 കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും 11 പേരടങ്ങുന്ന സംഘം കൊടൈക്കനാലിലേക്ക് പോയ കഥ തിരക്കഥയായപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് അസാധാരണ റെക്കോർഡാണ്. അങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ജനങ്ങൾ കണ്ടുതീർത്ത ചിത്രം ആഗോളതലത്തിൽ നിന്ന് 241 കോടി രൂപയോളമാണ് നേടിയത്. ഈ ചിത്രത്തിന്റെ മുതൽ മുടക്കാകട്ടെ 20 കോടി മാത്രമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. വലിയ പ്രതീക്ഷകളോടെ സിനിമ കാണാനെത്തിയ പ്രേക്ഷകരെ മഞ്ഞുമൽ ബോയ്സ് നിരാശരാക്കിയില്ല എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇന്നിതാ റെക്കോർഡുകൾ തകർത്തെത്തിയ മഞ്ഞുമൽ ബോയ്സ് പുറത്തിറങ്ങിയിട്ട് ഒരു വർഷം തികയുകയാണ്. 2024 ഫെബ്രുവരി 22 പുറത്തിറങ്ങിയ ചിത്രത്തിൽ സുഭാഷ് കുഴിയിൽ പോയി എന്നെഴുതാൻ വളരെ എളുപ്പമായിരുന്നുവെന്ന് സംവിധായകൻ ചിദംബരം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് സ്ക്രീനിലേക്ക് എത്തിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിരുന്നു എന്നും സംവിധായകൻ പറയുകയുണ്ടായി. പ്രസാദ് എന്ന ഡ്രൈവറുടെ വീക്ഷണത്തിലൂടെയാണ് നമ്മളൊക്കെ മഞ്ഞുമലിലെ പിള്ളേരെ പരിചയപ്പെട്ടത്. തൊട്ട് പിന്നാലെ വരുന്ന ഒരു ഡയറക്ടർ ബ്രില്യൻ സിനിമയുടെ കഥ മുഴുവനായും പറയുന്നത് നമുക്ക് കാണാം. സുഭാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീനാഥ് ഭാസിയോട് പ്രസാദ് എന്ന കഥാപാത്രമായ ഖാലിദ് റഹ്മാൻ ചോദിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വാസമില്ലേ എന്ന്. എന്നാൽ എന്താണ് മച്ചാനെ ദൈവം എന്ന സുഭാഷിന്റെ മറുചോദ്യത്തിന് പ്രസാദ് നൽകുന്ന ഉത്തരം പറയുന്നുണ്ട് സിനിമയുടെ പൂർണ്ണമായ കഥ. അതീ മുകളിൽ നിന്ന് വരുന്ന വെളിച്ചമൊക്കെയില്ലേ എന്ന ഉത്തരം ചിത്രത്തിന്റെ കഥാബിന്ദുവാണ്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ഖാലിദ് റഹ്മാൻ, ലാൽ ജൂനിയർ, ചന്തു സലിം കുമാർ, അഭിരാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, വിഷ്ണു രഘു, അരുൺ കുര്യൻ എന്നിവരിലൂടെ സഞ്ചരിച്ച ചിത്രം സൗഹൃദത്തിന്റെ ആഴം പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്തു. ഗുണാക്കേവിൽ വീണുപോയ ആരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്ന കൊടൈക്കനാൽ നിവാസികളുടെ വാക്കിൽ നിന്നും ചിത്രം സഞ്ചരിച്ചത് മറ്റൊരു തലത്തിലേക്കാണ്. പിന്നീട് അങ്ങോട്ട് സർവൈവൽ ത്രില്ലർ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് സൗഹൃദമാണ്. സൗഹൃദം പശ്ചാത്തലമാക്കി നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സർവൈവൽ ത്രില്ലർ എന്ന ആശയം കൂടെ ഉൾപ്പെടുത്തിയത് പുതിയ അനുഭവമാണ്. അതോടൊപ്പം തന്നെ ഗുണാക്കേവിന്റെ ദൃശ്യങ്ങൾ ആഴത്തിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഗുണാക്കേവിൽ അകപ്പെട്ടുപോയ സുഭാഷിനെയും സുഭാഷിനെ കാത്തു പുറത്തിരിക്കുന്ന സുഹൃത്തുക്കളെയും ഇതിലും മനോഹരമായി ചിത്രീകരിക്കാനാകുമോ എന്ന് സംശയം തന്നെയാണ്. ഗുണ എന്ന കമൽഹാസൻ സിനിമയിലൂടെയാണ് ഗുണാക്കേവിനെ പറ്റി നമ്മളൊക്കെ കൂടുതലായി അറിയുന്നത്. ആ ഒരു റെഫറൻസ് വെച്ചുകൊണ്ട് തന്നെ മഞ്ഞുമലും പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് മനുഷ്യ ജീവിതത്തിന്റെ 2 തലങ്ങളാണെന്ന് മാത്രം. ഒരു ചിത്രം പറഞ്ഞത് പ്രണയത്തിന്റെ മനോഹാരിതയാണെങ്കിൽ മറ്റൊന്ന് കോറിയിട്ടത് സൗഹൃദത്തിന്റെ കെട്ടുറപ്പാണ്. സുഭാഷിനെയും രക്ഷിച്ച് ഗുണാക്കേവിൽ നിന്ന് കുട്ടൻ എന്ന കഥാപാത്രം കയറി വരുന്ന രംഗമാണ് സിനിമയെ അതിന്റെ പീക്കിലെത്തിക്കുന്നത്. അതുവരെ പ്രണയത്തെ വരച്ചു കാട്ടിയിരുന്ന കൺമണി അൻപോട് എന്ന ഗാനം എത്ര പെട്ടെന്നാണ് സൗഹൃദത്തിന് അനുയോജ്യമായതെന്ന് നമ്മൾ അത്ഭുതത്തോടെ ഓർത്തുപോകും. ആ ഗാനവും ആ രംഗവും കൂടെ ഒത്തുചേർന്നപ്പോൾ തിയേറ്ററുകളിലിരുന്ന ജനങ്ങൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട് കൈയടിച്ച് ആർത്തുവിളിച്ച നിമിഷത്തിലാണ് ചിദംബരം എന്ന സംവിധായകനും ഒപ്പം അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഒരുപോലെ വിജയിച്ചത്. അവിടെയും ആ സിനിമ അവസാനിപ്പിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇത്രയും വലിയൊരു അപകടം നടന്ന ശേഷമുള്ള സുഭാഷിന്റെ ട്രോമയും സംവിധായകൻ അഡ്രസ്സ് ചെയ്യാൻ മറന്നിട്ടില്ല. യഥാർത്ഥ സുഭാഷ് ഉറക്കമില്ലാതെ 6 മാസത്തോളം ജീവിച്ചിരുന്നുവെന്ന് ചിദംബരം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ചിത്രം നിർമ്മിക്കുന്നതിന് മുൻപ് മഞ്ഞുമൽ ബോയ്സിനെ പറ്റി മാത്രമല്ല മഞ്ഞുമലിനെ പറ്റിയും സംവിധായകൻ പഠിച്ചതിന്റെ സൂചനകൾ ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വ്യക്തമാണ്. മഞ്ഞുമൽ എന്ന പ്രദേശവും അവിടുത്തെ വ്യാവസായികവൽക്കരണവും മലിനീകരണത്തിന്റെ രീതിയും ചെറുതായാണെങ്കിലും സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലം കാണിക്കുമ്പോഴുള്ള പച്ചപ്പ് പിന്നീട് അവരുടെ 20കളിലും 30കളിലും ഇല്ലാതാകുന്നത് നമുക്ക് കാണാം. അഭിനേതാക്കൾക്കും സംവിധായകനുമൊപ്പം എടുത്തു പറയേണ്ട പേരുകൾ തന്നെയാണ് പ്രൊഡക്ഷൻ ഡിസൈനറായ അജയൻ ചാലിശ്ശേരിയുടെയും സിനിമാറ്റോഗ്രാഫറായ ഷൈജു ഖാലിദിന്റെയും പേരുകൾ. സംഘടന സംവിധായകൻ വിക്രം ദഹിയയുടെ പേരും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സുഷൻ ശ്യാമിന്റെ സംഗീതവും ചിത്രത്തിന് ജീവൻ നൽകുന്ന എലമെന്റുകളാണ്. കൂടാതെ അനുയോജ്യമായ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പും മികവുറ്റ പ്രകടനവും ടെക്നിക്കൽ ബ്രില്യൻസും മികച്ചു നിന്നപ്പോൾ ചിത്രം തിയേറ്ററുകളിൽ നിന്നും കയ്യടി വാരിക്കൂട്ടി. പ്രഗത്ഭരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ തന്നെയാണ് ചിത്രത്തിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് മാത്രമല്ല അന്യഭാഷകളിൽ നിന്ന് പോലും ചിത്രം മികച്ച കളക്ഷൻ നേടിയെന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ പുത്തൻ ആശയങ്ങളും യുവ ചലച്ചിത്രകാരന്മാരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് മലയാള സിനിമയെ വൈവിധ്യമാർന്ന തലത്തിലേക്കാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന മനോഹര ചിത്രത്തിലേക്ക് എത്തിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.